നമസ്കാരം, ഞാൻ ബോബ് സാഗർ. ഇന്ന് എനിക്കൊരു പ്രിയപ്പെട്ട ഒരു കലാകാരൻ്റെ കൂടെയാണ് ഞാനുള്ളത്. ഇദ്ദേഹത്തെ ഞാനൊരു 25 അത്രയും വർഷത്തെ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ അന്ന് വേദിയിൽ ശത്രുക്കളായിരുന്നു. മത്സരങ്ങൾക്കെല്ലാം ഞങ്ങൾ വേദിയിൽ ഏറ്റുമുട്ടുന്ന ആളുകളായിരുന്നു. പിന്നീട് ഈ കലാകാരൻ വളർന്ന് വലിയൊരു സംഗീത സംവിധായകനാണ്. ഏകദേശം ഒരു 90-ൽ പരം ഭക്തിഗാനങ്ങൾക്ക് സംഗീതം നിർവഹിച്ചിട്ടുള്ളൊരു മികച്ച കലാകാരനാണ്. ഇതുകൂടാതെ അദ്ദേഹം ഇപ്പോൾ പുല്ലാങ്കുഴലിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കർണാട്ടിക് സംഗീതത്തിൻ്റെ ക്ലാസ്സുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു അധ്യാപനം കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കലാകാരനുമായിട്ടുള്ള മിസ്റ്റർ ജിനേഷ് വിജയയാണ്. സ്വാഗതം. ജിനേഷേ, നമസ്കാരം. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കലാജീവിതം വലിയ കുഴപ്പമില്ല. ദൈവാധീനം കൊണ്ട് ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാനുള്ള അവസരം അങ്ങനെ പോകണം. നന്നായിട്ട് ചെറിയ ചെറിയ അവസരങ്ങളെന്ന് ആളുകൊണ്ട് പറഞ്ഞ കേട്ടോ. മധുബാലകൃഷ്ണൻ അടക്കമുള്ള വലിയ കേരളത്തിലെ പിന്നണി ഗായകരെ വെച്ചിട്ട് ഭക്തിഗാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് ഈ സംഗീത സംവിധാന രംഗത്തേക്ക് വന്നത്? 2005 ആദ്യത്തെ ആ വലിയൊരു ഭാഗ്യം, ഒരു അവസരമായിട്ട് വലിയ ഇതായിട്ട് കിട്ടുന്നത്. ചെറുപ്പം മുതലേ സംഗീതത്തിനോടുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ പഠിക്കാനൊക്കെ ഉള്ള അവസരം ആ 2005 മുമ്പ് കിട്ടി. ചെറിയൊരു അറിവൊക്കെ ഉള്ളൂ. കാര്യമായിട്ടുള്ള പഠനമൊക്കെ അതിന് ശേഷമാണ് നടന്നത്. അപ്പോൾ 2005 ഒരു അയ്യപ്പ ഭക്തിഗാനത്തിന് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ എഴുത്തുകാരനല്ല, എനിക്ക് എഴുതാൻ അറിയില്ല. പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊരു അവസരമാണ് വരെയാണ്. ഒരു കാസറ്റ് ഇറക്കാൻ പോയാണ്. അപ്പം അതിലേക്ക് കുറച്ച് പാട്ടുകൾ എഴുതി തരുമോ എന്നുള്ളൊരു അങ്ങനെ ഒരു അവസരം. അതെനിക്ക് എങ്ങനെ വന്നു ഇത് അറിയില്ല, അത് ദൈവനിശ്ചയമാണ്. അങ്ങനെ വന്നു. ഞാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ പതറാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തൊരു മനോധൈര്യം കിട്ടി. ഞാൻ അവരോട് പറയണത് ഞാൻ എഴുതാം എന്ന് പറയണ്. ഒന്നും അറിയില്ല, പക്ഷെ എന്തും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ പറയണേ. അങ്ങനെ ആ കാസറ്റിൽ മൊത്തം 8 പാട്ടുകളാണ്. അതിൽ 5 പാട്ടുകൾ, 3 പാട്ട് ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ട്. 5 പാട്ട് എന്നോട് എഴുതാൻ പറഞ്ഞു. ഞാൻ 5 പാട്ട്. അപ്പോൾ എനിക്ക് അന്ന് കാസറ്റാണ്, കാസറ്റിൽ ട്യൂണിങ്ങിനെ റെക്കോർഡ് ചെയ്തിട്ട് കാസറ്റാണ് തൃശ്ശൂർ വാടാനപ്പള്ളിയിലുള്ളൊരു ആവാസ് വിഷൻ, അങ്ങനെയാണ് അവർ. അപ്പോൾ ഞാനത് വീട്ടിൽ വന്നിരുന്ന് അതിങ്ങനെ വാക്ക്മാനിൽ വെച്ചിട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ വരികൾ എഴുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാട്ടുകാരനായതുകൊണ്ട് നമ്മൾ വരി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ട്യൂൺ വരും. അത് തന്നെത്താൻ ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഞാനതിൽ 5 പാട്ടുകളിൽ ഒരു പാട്ട്, എല്ലാത്തിനും സ്വന്തമായിട്ട് ട്യൂൺ വന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിലൊരു പാട്ടിൻ്റെ ട്യൂൺ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനിത് വരികളൊക്കെ അവരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അതിലൊരു പാട്ട്, ഒരു പാട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ട്യൂൺ ഉണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് വേണമെങ്കിൽ പാടി കേൾപ്പിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ആ ട്യൂൺ തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് ശ്രീധർ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ, പുള്ളി ഇപ്പോഴും നല്ല വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. ശരി, അന്ന് നീ പാട്. അതൊരു കളിയാക്കൽ പോലെ എനിക്ക് തോന്നി അന്നായിരുന്നു. ശരി, നീ പാട് കേൾക്കട്ടെ എന്താ പറയുക. അപ്പോൾ അങ്ങനെ ഞാനത് പാടി കേൾപ്പിച്ചു. പാടി കേട്ട് കഴിഞ്ഞപ്പോൾ തുറത്ത് ഇങ്ങനൊരു തട്ട് തന്നിട്ട് പറഞ്ഞു, ശരി അപ്പോൾ ഈ ട്യൂൺ ഇത് തന്നെ ഫിക്സ് ചെയ്യാം. അത് ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. അത് പാട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ടുള്ളൊരു ആനന്ദമായിരുന്നു. അത് പാടിയത് വിശ്വേട്ടൻ, എടപ്പാൾ വിശ്വ, നമ്മുടെ മായാദേവിക്ക് മകൻ. അദ്ദേഹം അത് ബൂത്തിൽ നിന്ന് പാടിയപ്പോൾ ഉണ്ടായൊരു അനുഭൂതി വലിയതായിരുന്നു. ഏറ്റവും ആദ്യത്തെ എനിക്ക് 20 വയസ്സുള്ളൂ 2005. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം. അപ്പോൾ അതിന് ശേഷം അത് മാത്രമല്ല, എനിക്ക് സംഗീത സംവിധായകൻ ആകണം എന്നുള്ളൊരു അതിയായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായത് ആ വർഷം തന്നെ. അദ്ദേഹം തൃശ്ശൂർ ലൈറ്റിലെ മെയിൻ പാട്ടുകാരനായിരുന്നു ആ സമയങ്ങളിൽ. ആ വർഷങ്ങളിൽ ആ സമിതികൾ, അവരുടെ വേദികളിലൊക്കെ ആദ്യത്തെ പാട്ട് ഇത് പാടി. അപ്പൊ എൻ്റെ പേര് പറയും. അങ്ങനെയാണ് ഇത് ഫസ്റ്റ് പാട്ട്. അതെനിക്ക് അതൊക്കെ വലിയ പ്രചോദനമായി. പിന്നീട് അങ്ങോട്ട് പക്ഷെ അവസരങ്ങൾ തേടി ഞാൻ പോയില്ല എന്നുള്ളതാണ്. പക്ഷെ അവസരങ്ങൾ എനിക്ക് ദൈവമായിട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിലവിലിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തിഗാന മേഖലയാണോ? ഭക്തിഗാനങ്ങളാണ് ചെയ്തതിൽ കൂടുതലും. മറ്റുള്ള പാട്ടുകൾ, ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട്.
മഞ്ഞ പോലെ എന്ന് പറഞ്ഞ ആൽബമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് 2007. അതിൽ മധുബാലകൃഷ്ണൻ, ജോത്സ്ന, ഫ്രാങ്കോ അങ്ങനെയുള്ളവർ. അപ്പം എനിക്ക് ഭാഗ്യം, എല്ലാം ഭാഗ്യമാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ അത്യാവശ്യം പ്ലേ ബാക്ക് സിംഗേഴ്സിനെ വെച്ച് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ പാട്ടുകളൊക്കെ തന്നെ കേട്ടിട്ടാണ് എനിക്ക് വീണ്ടും അവസരങ്ങൾ വന്നത്. സംഗീതത്തിൻ്റെ യാത്രയിൽ വലിയ വലിയ വിജയങ്ങളാണ് നമ്മുടെ കൂടെ നമ്മൾ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു ഗുരു? സംഗീതം ചെറുപ്പത്തിലെ വലിയൊരു പഠനമല്ല, ചെറിയൊരു രീതിയിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിജയകുമാരി ടീച്ചർ RLV ഗാനഭൂഷണമൊക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷം പിന്നെ കുറച്ചുകൂടി മുതിർന്നതിന് ശേഷമാണ്, എനിക്കൊരു 20 വയസ്സിനൊക്കെ ശേഷം ഞാൻ PR മുരളി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ആദ്യം പാട്ട് കുറച്ച് നാൾ പഠിച്ചു. പിന്നെ അത് തുടരാൻ കഴിഞ്ഞില്ല. അതിന് ശേഷം പിന്നെ അന്നമനയുടെ ബാബുരാജ് മാഷ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു 5-6 വർഷം പഠിച്ചു. പിന്നെ അതിനിടയിൽ ഞാൻ ആലുവ നാദം സ്കൂൾ ഓഫ് മ്യൂസിക് അവിടുന്ന് ഗിറ്റാർ ഒരു 2-3 വർഷം പഠിച്ചു. പിന്നെ ശേഷം ഇപ്പോൾ ഒരു 2016 മുതൽ ഫ്ലൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുരളി മാഷിൻ്റെ PR മുരളി മാഷിൻ്റെ അടുത്ത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള കുടമാളൂർ ജനാർദ്ദനൻ മാഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാനും കഴിഞ്ഞു. അടിപൊളി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ സംഗീതരംഗത്ത് വന്നു, കലാരംഗത്ത്, സംഗീതരംഗം അല്ലല്ലോ, എല്ലാ മേഖലയിലും ജിനീഷുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള പുരസ്കാരങ്ങൾ നമുക്കെപ്പോഴും നമ്മുടെ എന്താ പറയുക, അതൊരു വലിയ പ്രചോദനമാണ് നമുക്ക്. അപ്പം അത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? പുരസ്കാരങ്ങൾ ആദ്യമായിട്ട് ഒരു നമ്മൾ സാധാരണ കോമ്പറ്റീഷനുകൾ ഈ പാട്ട് മത്സരങ്ങളൊക്കെ ആണ് കൂടുതലും. പക്ഷേ സംഗീത സംവിധാന മത്സരം എന്ന് പറഞ്ഞിട്ട് അപൂർവം. സംഗീത സംവിധാന മത്സരം, അതായത് പാട്ട് നമ്മൾ മ്യൂസിക് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുക. അതിൽ നല്ല ലിറിക്കൊക്കെ നമ്മൾ തന്നെ പാട്ട് ഓർക്കസ്ട്രയൊക്കെ ചെയ്ത് ഫുൾ ഓർക്കസ്ട്രയൊക്കെ ചെയ്ത് പാട്ടായിട്ട് പ്രസന്റ് ചെയ്യണം, വർക്കായിട്ട് ചെയ്യണം. അതെ. അപ്പോൾ അതിൽ ഈ ചിലവുള്ള കാര്യമാണ് ഓർക്കസ്ട്ര ചെയ്യുക, സ്റ്റുഡിയോയിൽ പോവുക, പാടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ ഒരു ഉദ്യമത്തിനുള്ളൊരു സാഹചര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ അത് അതിൻ്റെ വാർത്തകൾ പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതിനൊരു അവസരം ഞാനപ്പോൾ അത് പിന്നെ ആഗ്രഹം ഉണ്ടായാലും നടന്നില്ല. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിദേശത്തുള്ള ഒരു ഹക്കീം എന്ന് പറഞ്ഞൊരു ഇക്ക, അദ്ദേഹം ഒരു വരി എഴുതിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എഴുത്തുകാരൻ, രചയിതാവിനും ഗായകനും സംഗീത എല്ലാ ഇതിലും അതിൽ ഇതുണ്ട്, പ്രൈസ് ഉണ്ട്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, ബെസ്റ്റ് ലിറിക്കിസ്റ്റ്, ബെസ്റ്റ് സിംഗർ, ഫീമെയിൽ സിംഗർ, അങ്ങനെയുണ്ട്. അപ്പോൾ കാറ്റഗറി. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ മത്സരിക്കണമെന്ന് തോന്നി. വിദേശത്ത് ഇല്ല എഴുത്തുകാരന്. പക്ഷെ അത് മ്യൂസിക് ചെയ്യണമല്ലോ, നല്ലത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, പാട്ടായിട്ടല്ല അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്മളുടെയൊക്കെ ഒരു കോമൺ സുഹൃത്തായിട്ടുള്ള റിഷാദ് ഹൈദ്രോസ്, പടമൊക്കെ വരയ്ക്കുന്ന പാട്ടുകാരനാണ്. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നേരെ നമ്മുടെ ജിനേഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവസരം വന്നു. അത് ആ ഗാനത്തിന് മികച്ച സംഗീത സംവിധായകൻ എന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു മൊമെൻറ്റൊക്കെ കിട്ടി, ക്യാഷ് അവാർഡും കിട്ടി. അതാണ് ആദ്യത്തെ ഒരു 2017 അതിനെ തുടർന്ന് പിന്നെ അദ്വൈതം 2024 ഒരു പുരസ്കാരം കിട്ടി, അത് ആലുവയിൽ വെച്ചിട്ട്. പിന്നെ
അങ്ങനെ വലിയ വലിയ പുരസ്കാരങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ആദരവുകളൊക്കെ കിട്ടി. പുരസ്കാരങ്ങൾ ഇതിപ്പോ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, പുരസ്കാരങ്ങൾ ഒന്നും ചെറുതല്ല. അതായത് അത് നമ്മൾ അംഗീകരിക്കപ്പെടാന്ന് പറഞ്ഞാൽ ഏതൊരു കലാകാരനും ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അംഗീകരിക്കപ്പെടാന്നുള്ളത്. അതൊരു നിസ്സാര കാര്യമല്ല. അത് എപ്പോഴും അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ട ഒരു വാക്കാണത്. കാരണം അതൊരു വലിയ കാര്യമാണത്. അപ്പൊ ജിനീഷിന്റെ ഒരു രണ്ടുപേര് പാട്ട് പ്രേക്ഷകർക്കായിട്ട്. പാട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ പാടാം. നേരത്തെ പറഞ്ഞല്ലോ വരികൾ വിളിച്ചിട്ട് ട്യൂൺ അങ്ങനെ, അത് ഞാനൊന്ന് പാടാം. വിശ്വനാഥ് പാടിയ പാട്ട്. ദർശനമേകണേ അയ്യപ്പ മാമലവാസ അയ്യപ്പ ആനന്ദദായക ദേവാ ആശ്രിതർക്കഭയമെന്നയ്യപ്പ ദർശനമേകണേ അയ്യപ്പ മാമലവാസ അയ്യപ്പ ആനന്ദദായക ദേവാ ആശ്രിതർക്കഭയമെന്നയ്യപ്പ കാനനത്തിൽ വാഴുമെൻ കലിയുഗവരദേവനെ നിന്നെ എന്നും വാഴ്ത്തുവാൻ പിറന്നതാണു ഞാൻ. അപ്പോൾ കലാരംഗത്തുള്ള വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. വിശേഷങ്ങൾ അനുഭവങ്ങളൊക്കെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവർക്കും തന്നെ അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ അതെ, വീട് ഞാൻ ശ്രീമൂലാരത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓക്കെ. ശരിക്കും കുറ്റിപ്പുഴ ആണ്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ അവിടെ സെറ്റിൽഡായി. അതെന്തായാലും ഈ പറഞ്ഞോട്ടെ കലാകാരന്മാരുടെ ഒരു അതെ അതെ ഭയങ്കര വലിയൊരു വലിയ വലിയ ഇടയിലേക്ക് വീട്ടില് അമ്മ, വൈഫ്, എനിക്ക് 2 ആൺകുട്ടികളാണ്. അവരും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താവെന്നറിയില്ല, ആഗ്രഹത്തിന്റെ നമുക്ക് കിട്ടാതിരുന്നതൊക്കെ കൊടുക്കണ്ട്. അപ്പോൾ സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ ഷോയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. പിന്നെ ആവർത്തിച്ച് പറയുന്ന പോലെ അനുഭവങ്ങൾ വളരെ വലുതാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ ഈ ചെറിയൊരു പരിപാടിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. എങ്കിലും എല്ലാവിധ ആശംസകളും നേരെയാണ്. കാരണം വെച്ചാൽ ഒരു കലാകാരൻ അതിൻ്റെ പടിപടിയായിട്ട് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഗ്രോത്തിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് സംഗീത സംവിധായകനാവാന്നുള്ളത്. അപ്പോൾ സംഗീത ആയത് മാത്രമല്ല, അത് വളരെ മികച്ച ലോകം അംഗീകരിച്ച ഗായകരെ വെച്ചിട്ട് പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ വലിയ വലിയ അനുഭവങ്ങളും വലിയ വലിയ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തിരിച്ചും ഇങ്ങനൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിൽ വന്ന് വഴി വെട്ടി തെളിച്ച കലാകാരൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നന്ദി. തിരിച്ച് ബോബിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.